നമ്മൾ ധാർമ്മികമായിട്ട് ജീവിക്കണം, നമ്മൾ ദൈവീകമായിട്ട് ജീവിക്കണം, നമ്മൾ സമർപ്പണമായിട്ട് ജീവിക്കണം. ധാർമ്മികവും ദൈവീകവും സമർപ്പണവും ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾക്ക് ജീവിക്കാൻ ആധാരമായിട്ടുള്ളതെല്ലാം നമ്മൾക്ക് വേണ്ടതുപോലെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ളതായ മനോഭാവം നമുക്ക് ചിലപ്പോൾ ഇല്ലാതെ ആവണമെന്ന് മാത്രം. എന്നാൽ അപൂർവം ചിലർക്ക് അതൊക്കെ സാധിക്കുന്നു, അവർ സന്തോഷത്തിൽ ജീവിക്കുന്നു. സാധിക്കാത്തവർ എപ്പോഴും സങ്കടത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിലൂടെയാണ് സർവ്വതും സംഭവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ ഈശ്വര സങ്കല്പമാണ്, അതല്ല ഈശ്വര നിശ്ചയമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. ആഞ്ജനേയ സ്വാമിയൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് പ്രാപിച്ചു, ശിവമായി തീർന്നു. അപ്പോൾ നമ്മൾക്കും അതുപോലെയൊക്കെ സാധിക്കണം. നമ്മൾക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ, അതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ തെളിയിപ്പിക്കുന്നു, അതിനുള്ള വഴികൾ കാണിച്ചു തരുന്നു ഭഗവാൻ. നമുക്ക് ശബരിമലയിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു. ആരാ കാണിച്ചു തരുന്നത്? നമ്മളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഒരു ഗുരുവാണ് കാണിച്ചു തരുന്നത്. മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മൾ വാങ്ങും, മാല ഇടുന്നതിൻ്റെ മുന്നേ തന്നെ വാങ്ങും. മാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗുരുവിനെ ആശ്രയിച്ച് നമ്മൾ ശബരിമലയ്ക്ക് പോകും. ഗുരുവിൻ്റെ കൂടെ പോണത്. ആരാ നമുക്ക് വഴി കാണിക്കുക? ഗുരു. ആ ഗുരുവിൻ്റെ മാർഗത്തിലൂടെ ജീവിച്ച് ഈശ്വരനെ പ്രാപിക്കണം. 18 പടികളും കയറിയിട്ട് അതായിത്തീരണം. ഏതൊന്നായിരുന്നുവോ വീണ്ടും അതായിത്തീരണം. അതിനുള്ള പ്രയാണമാണ് നമ്മളുടെയൊക്കെ ജീവിതം. അപ്പം നമ്മളാരും സങ്കടപ്പെടേണ്ടതായിട്ടില്ല. സത്യത്തിൽ സങ്കടപ്പെടേണ്ടവർ നമ്മളൊന്നല്ല, സങ്കടപ്പെടേണ്ടവർ മറ്റാരൊക്കെയാണ്. നമ്മൾക്കൊന്നും ദൈവം വലിയ ബുദ്ധിമുട്ടൊന്നും തന്നിട്ടില്ല. കയ്യിലും കാലിനും ശേഷി തന്നിട്ടുണ്ടല്ലോ, കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ടല്ലോ, അല്ലേ? അതൊക്കെ വേണ്ടൂ. അത്യാവശ്യം ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ബോധവും തന്നിട്ടുണ്ട്. അത്യാവശ്യം, അത്രയ്ക്കില്ല, എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഈശ്വരൻ തരേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അങ്ങോട്ട് ആവണില്ല എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഇങ്ങനെ നോവിച്ചുകൊണ്ടിരിക്കരുത്, അല്ലേ? അടുപ്പ് നേരെ കത്തണില്ല എന്ന് പറഞ്ഞിട്ടേ അടുപ്പിനെ നമ്മൾ കുത്തി പൊളിക്കരുത്, അല്ലേ? അത് നല്ലോണം കത്തും, നമ്മളൊന്ന് ഊതി കൊടുത്താൽ മതി. അത് നല്ലോണം കത്തും, നമ്മളൊന്ന് ഊതി കൊടുത്താൽ മതി, അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മളൊന്ന് നല്ലോണം ശ്രമിക്കേണ്ടി വരും, എന്നാലേ പുകയുന്ന അടുപ്പ് കത്തൂ. അപ്പോഴേ നമ്മൾ വെച്ച വെള്ളം തിളയ്ക്കൂ, അപ്പോഴേ അരി വേവൂ, അപ്പോഴേ അത് ഉണ്ണാവുന്ന തരത്തിലേക്കാവും. അപ്പം അതുപോലെ നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ ശ്രമം ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ കൊള്ളി നീക്കി കൊടുത്താലേ വേണ്ടതൊക്കെ വേണ്ടതുപോലെ തെളിയൂ. അപ്പം അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉയരണമെങ്കിൽ ആ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സങ്കല്പങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം, അല്ലേ? എല്ലാവരും കൈകൾ തൊഴുതു പിടിക്കൂ. എന്നിട്ട് നമ്മൾക്ക് ജീവിതം തന്നവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളാരും പെരുമഴയത്ത് പൊട്ടിമുളച്ചവരല്ല, പെരുമഴ പെയ്യുന്ന സമയത്തെ പൊട്ടിമുളച്ചവരല്ല. നമ്മളെ സൃഷ്ടിക്കുവാനായിട്ട് നമ്മൾക്ക് വേണ്ടി അഘോരാത്രം തപസ്സനുഷ്ഠിച്ച നമ്മുടെ മാതാവിനെയും പിതാവിനെയും നമ്മൾ മനസ്സാ സ്മരിക്കുക. നമ്മുടെ മാതാവിനെയും പിതാവിനെയും മനസ്സുകൊണ്ട് പൂജിക്കുക എപ്പോഴും. കാരണം അവരുടെ തപസ്സാണ് നമ്മുടെ ജീവിതം.